ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു വിങ് ബാക്ക് സ്റ്റോറീസ്. ഗ്ലോറി മാൻ യുണൈറ്റഡ്. യുണൈറ്റഡിൻ്റെ പഴയ പ്രതാപകാലത്ത്, അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ, ഒരു ഡെക്കേഡ് അല്ലെങ്കിൽ ഒരു 1.5 പതിറ്റാണ്ടുകൾക്ക് മുന്നുള്ള സമയത്ത് ഓൾഡ് ട്രാഫോർഡിൽ കേട്ടിരുന്ന ആ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, അതായത് യുണൈറ്റഡിൻ്റെ ഫാൻസിനെ സംബന്ധിച്ച്, ഒബ്വിയസ്ലി ഓപ്പോസിഷൻ ഫാൻസിനെ സംബന്ധിച്ചല്ല, അവർക്ക് ആ ഒരു ഫീൽ കൊടുക്കുന്ന പോലെയുള്ള ഓൾഡ് ട്രാഫോർഡിലെ ക്രൗഡ് ഇന്നലെ ചാൻറ്റ് ചെയ്യുന്നത് നമ്മൾ നല്ല രീതിയിൽ കേട്ടിട്ടുണ്ടായിരുന്നു. യുണൈറ്റഡ് ഫാൻസ് നല്ല രീതിയിൽ ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു. മത്സരം ഒരുവിധം സമയത്തെല്ലാം ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 70-80% യുണൈറ്റഡ് ഡോമിനേറ്റ് ചെയ്യുന്നതും, അവർ ആ ഒരു പൊസിഷൻ കയ്യിൽ വെച്ചിട്ട് ബോൾ നല്ല രീതിയിൽ പാസ് ചെയ്യും, പ്ലെയേഴ്സ് എല്ലാം എൻജോയ് ചെയ്ത് കളിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഫെർഗൂസന്റെ കീഴിൽ എങ്ങനെയാണോ യുണൈറ്റഡ് അൺബീറ്റബിൾ അല്ലെങ്കിൽ ഒരു തോൽപ്പിക്കാൻ പറ്റാത്തൊരു സൈഡായിട്ട് കളിച്ചു വന്നിരുന്നത്, അതിൻ്റെ ഒക്കെ ഒരു ഗ്ലിംസ് തോന്നിപ്പിക്കുന്ന പോലുള്ള ഒരു പ്രകടനമായിരുന്നു ഇന്നലെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ബ്രൈറ്റനെതിരെ. ഒബിയസ്ലി നമുക്കറിയാം, ലിവർപൂളിനെ തോൽപ്പിച്ചിട്ട് നല്ലൊരു കോൺഫിഡൻസിലാണ് യുണൈറ്റഡ് വരുന്നുണ്ടായിരുന്നത്. സോ ഇതൊരു ഹോം മത്സരം കൂടെയാണ്. ഹോമിൽ അടുപ്പിച്ച് 2 ഗെയിംസ് ജയിച്ചിട്ടാണ് യുണൈറ്റഡ് ഓൾറെഡി ഇരിക്കുന്നുണ്ടായിരുന്നത്. ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ആ ഒരു എനർജിയും കാര്യങ്ങളും, അതുപോലെ തന്നെ യുണൈറ്റഡിൻ്റെ ആ ഒരു ഗെയിമിൽ കണ്ടുവന്നിരുന്ന, അതായത് കഴിഞ്ഞ പല വർഷങ്ങളിലും സീസണുകളിലായിട്ടും കണ്ടുവന്നിരുന്ന ജയത്തിൽ മുങ്ങിപ്പോയി ഓവർ കോൺഫിഡൻസ് കാണിച്ച് തെറ്റുകൾ വരുത്തിയിട്ട് വീണ്ടും തോൽവിയുടെ പാതയിലേക്ക് പോവാതെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യാനും നല്ല ഒരു കൺട്രോൾ, ആ ഒരു വേർഡാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്, കൺട്രോൾ. കുറേ നാളുകളായിട്ട് യുണൈറ്റഡിൻ്റെ കളിയിൽ നമുക്ക് ഇല്ലാതായിട്ട് കണ്ടിരുന്ന ആ ഒരു കൺട്രോൾ അവർക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. റൂബൻ അമോറിം എന്നുള്ള ആ കോച്ചിൻ്റെ എന്താണ് പുള്ളിയുടെ ഫിലോസഫി, അത് കറക്റ്റായിട്ട് അദ്ദേഹത്തിന് ഇപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങാനായിട്ട് പറ്റിയിട്ടുണ്ട്. നമുക്കറിയാം, എല്ലാവരും അദ്ദേഹത്തിൻ്റെ ആ ഒരു 3 at the back സിസ്റ്റത്തിൽ ക്രൂശിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നതാണ്. ഈവൻ എല്ലാ ഇൻ്റർവ്യൂസിലായാലും അദ്ദേഹത്തിന് എല്ലാവരും അഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു സിസ്റ്റം കറക്റ്റായിട്ട് വർക്കൗട്ട് ആവില്ല, യുണൈറ്റഡിൻ്റെ ആ ഒരു പ്ലേയിങ് സ്റ്റൈല് അതുപോലെയല്ല, യുണൈറ്റഡിൽ അദ്ദേഹം സർവൈവ് ചെയ്യില്ല, എത്രയും പെട്ടെന്ന് സാക്ക് ചെയ്യപ്പെടും എന്നൊക്കെയാണ് കഴിഞ്ഞ ഒരു 2 ആഴ്ച മുന്നേ വരെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. പക്ഷെ പ്ലെയേഴ്സ് അദ്ദേഹത്തിൻ്റെ ആ സിസ്റ്റത്തിന് അഡാപ്റ്റ് ആയിട്ട് കളിക്കുന്നത് കണ്ടിരുന്നു. അതിലേക്ക് അവർ ഇൻവോൾവ് ചെയ്തിട്ട് കൂടുതൽ ആ ഒരു സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് വിജയങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ളത് അവരുടെ ഒരു ശ്രമം കാണുന്നുണ്ടായിരുന്നു. ഈ സീസണിലെ ഫസ്റ്റ് മത്സരത്തിൽ തന്നെ ആഴ്സണലിനേക്കാളും ബെറ്റർ ആയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്ന യുണൈറ്റഡാണ്. പക്ഷേ അവർക്ക് ആ ഒരു ഗോള് കൺസിഡർ ചെയ്യേണ്ടി വന്നു, സെറ്റ് പീസിൽ നിന്നുള്ള ഒരു ഗോള് കൺസിഡർ ചെയ്യേണ്ടി വന്നു. അതുപോലെ തന്നെയാണ് അവർ ഈ കളിയിലും ഗോള് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു ഭാഗം കൂടി ഇമ്പ്രൂവ് ആക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അൺസ്റ്റോപ്പബിൾ സൈഡായിട്ട് യുണൈറ്റഡ് മാറും എന്നുള്ള കാര്യം നിസ്സംശയം നമുക്ക് പറയാവുന്ന കാര്യമാണ്. ഇപ്പം ഇന്നലത്തെ മത്സരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ യുണൈറ്റഡ് നിരന്തരം അറ്റാക്ക് ചെയ്ത് കളിക്കുന്നതാണ് കണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ ലിവർപൂളിനെതിരെ നമ്മളൊരു ലോ ബ്ലോക്കിൽ അല്ലെങ്കിൽ മിഡ് ബ്ലോക്കിൽ ഡിഫെൻഡ് ചെയ്ത് കളിക്കുന്ന ഒരു ടീമായിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. എന്തുകൊണ്ടെന്നാൽ ലിവർപൂൾ അറ്റാക്ക് ചെയ്യും. ഒബ്വിയസ്ലി അവരുടെ ഒരു സ്റ്റൈൽ ഓഫ് പ്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസ് ചെയ്യുക, ബോൾ വിൻ ചെയ്യുക, അവിടെ നിന്ന് അറ്റാക്ക് ചെയ്യുക, ഗോൾ നേടുക, ഇതാണ് അവരുടെ ഒരു ശൈലി എന്ന് പറയുന്നത്. സോ ഇന്നലെ ബ്രൈറ്റൻ്റെ ആ ഒരു ശൈലിയിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഗെയിമാണ്. അവർ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലേയിങ് സ്റ്റൈലുള്ള ടീമാണ്. സോ അവർ ആ ഒരു രീതിയിൽ തന്നെയാണ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. യുണൈറ്റഡിനെ സംബന്ധിച്ചോളം ആ ഒരു ബിൽഡ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ ബ്രേക്ക് ചെയ്യുക, അവിടെ നിന്ന് ബോൾ കൈവശപ്പെടുത്തിയിട്ട് അറ്റാക്ക് ചെയ്യുക. അങ്ങനെ അറ്റാക്കിൽ ഹേർട്ട് ചെയ്യാൻ പറ്റുന്ന പ്ലെയേഴ്സ് യുണൈറ്റഡിന് ഓൾറെഡി ഉണ്ട്. ഇപ്പോൾ കുഞ്ഞ ആയാലും സെസ്കോ ആണെങ്കിലും അതുപോലെ ബ്രൂണോ, എംബൂമോ, അമാദ്, ഇത്തരം പ്ലെയേഴ്സ് എല്ലാം അങ്ങനെയുള്ള ഒരു ബ്രേക്കിൽ നിന്ന് ബോൾ കൺട്രോളിൽ വരുത്തിയിട്ട് നല്ല പാസുകളിലും ആ ഒരു ഷോർട്ട് ടൈമിൽ നല്ല രീതിയിൽ ഷോർട്ട് പാസുകൾ കളിച്ചിട്ട് നല്ല രീതിയിൽ ബോൾ പ്രോഗ്രസ് ചെയ്ത് ഗോൾ നേടാൻ പറ്റുന്ന താരങ്ങളാണ്, ക്ലിനിക്കലായിട്ടുള്ള താരങ്ങളാണ്. അങ്ങനെ ഒരു ക്ലിനിക്കാലിറ്റി അവർ കഴിഞ്ഞ ഗെയിമിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഗെയിമിലും അവരത് കാണിച്ചിരിക്കുന്നത്. മത്സരത്തിൽ ജസ്റ്റ് ഒരു സ്റ്റാറ്റ് ഞാൻ പറഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ, ടോട്ടൽ ഷോട്ട്സ് യുണൈറ്റഡ് അടിച്ചിട്ടുണ്ടായിരുന്ന 13 ഷോട്ട്സാണ്. ബ്രൈറ്റൺ 17 ഷോട്ട്സ് അടിച്ചു. അല്ലെങ്കിൽ യുണൈറ്റഡിന് 9ഓളം ഷോട്ടുകൾ അവർക്ക് ഓൺ ടാർഗറ്റിലേക്ക് അടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ബ്രൈറ്റൺ ആണെങ്കിൽ 5 എണ്ണം മാത്രമാണ് അവർക്ക് ഓൺ ടാർഗറ്റിലേക്ക് അടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നത്. യുണൈറ്റഡ് 4 ഗോൾ നേടി, ബ്രൈറ്റൺ 2 ഗോൾ നേടി. സോ ഈ ഒരു രീതിയിലാണ് ഗെയിമിൻ്റെ ആ ഒരു സ്റ്റാറ്റ് പോയിട്ടുണ്ടായിരുന്നത്. പൊസിഷൻ ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യുണൈറ്റഡിന് പൊസിഷൻ കുറവായിരുന്നു, ബ്രൈറ്റണിലായിരുന്നു കൂടുതൽ പൊസിഷൻ. എന്തുകൊണ്ടെന്നാൽ അവരായിരുന്നു അവർ ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്ന സൈഡ്. എന്നാൽ അവർ ആ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്ത ബോൾ മിഡ്ഫീൽഡ് വഴി അവർക്ക് ഒരു ഫോർവേഡിലേക്ക് എല്ലാ ബോളുകളും കൺവേർട്ട് ചെയ്ത് എത്തിക്കാനായിട്ട് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുന്നത് കാണുന്നുണ്ടായിരുന്നു ബ്രൈറ്റൺ സൈഡ്. അവരുടെ മിഡ്ഫീൽഡ് എന്ന് പറയുന്നത് ഈവൻ 100 മില്യൺ യൂറോസിന് യുണൈറ്റഡിലേക്ക് വരാനിരുന്ന ബലേബ ഉൾപ്പെടുന്ന മിഡ്ഫീൽഡ് നല്ല രീതിയിലൊരു ശോകം പെർഫോമൻസാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്.
ബലേബയുടെ പ്രകടനമൊക്കെ കണ്ടിട്ട് അദ്ദേഹത്തിന് ഇനി 100 മില്യണ് വിൽക്കാൻ പറ്റുന്നുള്ളത് നമുക്ക് തോന്നുന്നില്ല. അടുത്ത സീസണൊക്കെ ആകുമ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രൈസ് ടാഗ് നല്ല രീതിയിൽ കുറയുന്നതാണ് തോന്നുന്നത്. പക്ഷേ ഈ ഒരു പ്രകടനമാണ് അദ്ദേഹം പുറത്തെടുത്തിട്ട് ഇനിയുള്ള മത്സരങ്ങളിലും കളിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഇവൻ അൺസോൾഡ് ആയി പോകാനുള്ള ഒരു ചാൻസ് വരെ നമ്മൾ കാണുന്നുണ്ട്. ബ്രൈറ്റന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് മിസ്റ്റേക്സ് വന്നിട്ടുണ്ടായിരുന്നു. അവർ ആ ഒരു ഗെയിമിൽ അവർക്ക് കൃത്യമായിട്ട് എങ്ങോട്ടാണ് പാസ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഏത് പ്ലെയറിലേക്കാണ് എത്തിക്കേണ്ടത് എന്നുള്ള ഒരു ലോജിക്കില്ലാത്ത രീതിയിലാണ് അവർ കളിക്കുന്നുണ്ടായിരുന്നത്. ഒട്ടുമിക്ക എല്ലാ പ്ലെയേഴ്സും, ഈവൻ അവർ സ്ട്രൈക്കറായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്ന വെൽബെക്കാണ്, യുണൈറ്റഡിന്റെ പഴയ താരമായിട്ടുള്ള, ഒരുപാട് പഴയ താരമായിട്ടുണ്ടായിരുന്നുള്ള വെൽബെക്കാണ്. വെൽബെക്കും ഒരു വിങ്ങറായിട്ടുള്ള മിൻറ്റയും, ഈ രണ്ട് താരങ്ങളും ഒഴിച്ചു നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രൈറ്റന്റെ ആ ഒരു സൈഡിൽ യുണൈറ്റഡിനെ ത്രട്ടൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു പ്ലെയർ ഉണ്ടായിരുന്നില്ല. നിരന്തരം അവർ മിസ്റ്റേക്സ് വരുത്തിക്കൊണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു ഗെയിമിൽ. സോ ആദ്യത്തെ ഗോൾ നേടുന്നത് കുനിയാണ് നേടുന്നത്. കുനിയുടെ യുണൈറ്റഡ് കളേഴ്സിലുള്ള ഫസ്റ്റ് ഗോളാണ്. അതൊരു സ്പെഷ്യൽ ഗോളായിരുന്നു. യുണൈറ്റഡ് നിരന്തരം അറ്റാക്ക് ചെയ്യായിരുന്നു ബ്രൈറ്റൻ്റെ ആ ഒരു സൈഡിൽ വെച്ച്. ബ്രൈറ്റൻ്റെ ആ ഒരു പെനാൽറ്റി സൈഡിൽ അവിടെ വെച്ചിട്ട് ബോള് സെസ്കോയിലേക്ക് എത്തുന്നു. സെസ്കോ ഒരു ഉയർത്തി കൊടുത്ത ബോള് ബോക്സിൽ വെച്ചിട്ട് അമാദും ബ്രൈറ്റൻ്റെ ഒരു ഡിഫൻഡറും കൂടിയിട്ട് ചാടി ആ ബോൾ വീണ്ടും എത്തുന്നത് ഫെർണാണ്ടസിലേക്കാണ്. അദ്ദേഹം ആ ബോൾ തിരിച്ചു കൊടുത്ത കസമീറോയുടെ ആ ഒരു കുനിയനെ പിക്ക് ചെയ്ത പാസ് ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു മൂവ് ആയിരുന്നു. രണ്ട് ഡിഫൻഡേഴ്സിന്റെ ഇടയിൽ കൂടെ അദ്ദേഹം കൊടുത്തിട്ടുള്ള പാസ് ഫസ്റ്റ് ടച്ചിൽ തന്നെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുകയും ഫാർ പോസ്റ്റിലേക്ക് ഒരു കേളർ അടിച്ച് കയറ്റിയിട്ടാണ് കുഞ്ഞ തൻ്റെ ആദ്യത്തെ ഗോൾ നേടുന്നത്. സോ ആ ഒരു ഗോളിൽ തന്നെ യുണൈറ്റഡിൻ്റെ ആ ഒരു കോൺഫിഡൻസ് നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഗോൾ വരുന്നത് ഇതുപോലെ തന്നെ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാനായിട്ട് ബ്രൈറ്റൺ ശ്രമിക്കുകയാണ്. അവിടുന്ന് ബ്രൈറ്റൺ ശ്രമിച്ചിട്ട് ആ ഒരു ബോള് ലൂക്ക് ഷോയുടെ വിൻ ചെയ്ത ബോൾ നേരെ എത്തിയിട്ടാണ് കസമിറയിലേക്കാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഷോട്ട് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പോകുന്നുള്ള ടൈപ്പുള്ള ഒരു ഷോട്ടായിരുന്നു. പക്ഷെ അത് ഡിഫ്ലക്ട് ചെയ്തിട്ട് പോസ്റ്റിലേക്ക് പോകുന്നതാണ് കണ്ടത്. അങ്ങനെ 2-0 അപ്പായി യുണൈറ്റഡ്. സോ ഇങ്ങനെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലായിരുന്നു യുണൈറ്റഡ് പോയിട്ടുണ്ടായിരുന്നത്. ഇതിനുശേഷം മൂന്നാമത്തെ ഗോൾ വന്നിട്ടുണ്ടായിരുന്നത് സെസ്കോ ആണ് അസിസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സെസ്കോയ്ക്ക് ഈ കളിയിൽ ഗോൾ അടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹം നല്ല രീതിയിൽ ആ ഒരു ഏരിയൽ പ്രസൻസും അല്ലെങ്കിൽ ബ്രൈറ്റൻ്റെ ആ ഒരു ഡിഫൻസിൻ്റെ ഇടയിൽ നല്ല രീതിയിൽ ആ പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കുന്ന ഒരു പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ബോൾസ് വിൻ ചെയ്യാനാണെങ്കിലും ഈവൻ ബോൾ ലൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബോൾ തിരിച്ച് വിൻ ബാക്ക് ചെയ്യാനായിട്ടും അദ്ദേഹം ആ ഒരു ഫൈറ്റ് കാണിച്ചു വെക്കുന്നുണ്ടായിരുന്നു കളിയിൽ. സോ അങ്ങനെ അദ്ദേഹം ആ ഒരു ബോൾ കിട്ടിയതിന് ശേഷം റിസീവ് ചെയ്തതിന് ശേഷം എംബൂമയ്ക്ക് കൊടുക്കുകയാണ്. അദ്ദേഹം കട്ടിങ് സൈഡ് ചെയ്തിട്ട് ഡിഫൻഡേഴ്സിന്റെ കാലിന്റെ ഇടയിൽ കൂടെയാണ്, ഡങ്കിന്റെ കാലിന്റെ ഇടയിൽ കൂടെയാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. അത് വെർബ്രുഗൻ, അതായത് ബ്രൈറ്റന്റെ ഗോൾ കീപ്പർ ചാടി നോക്കി അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ക്ലിനിക്കൽ ആയിട്ടുള്ള ഒരു ഫിനിഷാണ് എംബൂമ അവിടെ ചെയ്തത്. അങ്ങനെ 2-0 എന്നുള്ള നിലയിലായിരുന്നു ഫസ്റ്റ് ഹാഫ് തീർന്നിട്ടുണ്ടായിരുന്നത്. എംബൂമയുടെ ഗോൾ വരുന്നുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ പിന്നീട് യുണൈറ്റഡ് ആ ഒരു കംഫർട്ടബിൾ ആയിട്ട് നിന്ന ഒരു സമയത്ത് 3-0 എന്നുള്ള ലീഡ് നിൽക്കുന്ന സമയത്ത് മാറ്റങ്ങൾക്ക് തയ്യാറാവുകയാണ്. കസമേറോനെയും അമാദിനെയും അവരൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, തളർന്നിട്ടുണ്ടായിരുന്നു. സോ അവരെ പിൻവലിക്കാനായിട്ട് തീരുമാനിക്കുകയാണ് അമോറിം. അതിന് പകരമായിട്ട് ഡോർഗോനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ തന്നെ കസമേറോയ്ക്ക് പകരം മെയിനുവിനെയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു മാറ്റം അത്രത്തോളം എഫക്റ്റീവ് ആയിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ മെയിൻ ഒരു ബോൾ ക്യാരിങ് ആയിട്ടുള്ള ഒരു മിഡ്ഫീൽഡറാണ്. പക്ഷെ അദ്ദേഹം ഒരിക്കലും ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ അല്ല. കസമീറോ പോലെ ഡേഞ്ചർ സെൻസ് ചെയ്യാനുള്ള ഒരു കഴിവ് മെയിനിന് കുറച്ചുകൂടി കുറവാണ്. സോ ബ്രൂണോ മെയിനും മിഡ്ഫീൽഡ് വന്നപ്പോൾ തന്നെ ഒരു സ്റ്റെബിലിറ്റി കുറവ് യുണൈറ്റഡിന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ബ്രൈറ്റൻ്റെ ആദ്യത്തെ ഗോൾ എങ്ങനെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ യുണൈറ്റഡിന് ബ്രൈറ്റൻ്റെ സൈഡിൽ ഒരു അറ്റാക്ക് കിട്ടുകയാണ്. അതായത് ഒരു കോർണർ ലഭിക്കണം. ആ കോർണർ എടുത്തതിന് ശേഷം ബോൾ ഡോർഗുലേക്ക് എത്തുന്നുണ്ട്. ഡോർഗ് ആ ബോൾ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന എംബൂമയിലേക്ക് കൊടുക്കുമ്പോൾ അതൊരു പുവർ ബോളായിരുന്നു. ഇപ്പോൾ ഡോർഗ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്നതിന് ശേഷം മത്സരത്തിൻ്റെ ആ ഒരു പേസിലേക്ക് എത്താത്ത രീതിയിലുള്ള ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ആ ബോൾ കൊടുത്തത് ബ്രൈറ്റൺ വിൻ ബാക്ക് ചെയ്യണം. അവരൊരു അറ്റാക്ക് നടത്തിയിട്ട് മിൻഡയിലേക്ക് ബോൾ എത്തിയാണ്. മിൻഡ ആ ബോളും കൊണ്ട് കുതിച്ചു പോവുകയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ആ ബോൾ കൺട്രോളിൽ നിന്ന് പുറത്ത് പോയിട്ട് ലെമൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഒരാവശ്യമില്ലാതെയാണ് ഡോർഗ് തൻ്റെ ലൈൻ ഓഫ് റൺ ചെയ്യുന്ന ആ ലൈൻ അവിടെ നിന്ന് ചേഞ്ച് ചെയ്യാണ്. അത് മിൻഡയുടെ കാലിൽ തട്ടി അദ്ദേഹം വീഴുകയും ചെയ്തു. അവിടെ ഒരു റെഡ് കാർഡാണ് എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ മിൻഡയുടെ കയ്യിൽ നിന്ന് ആ ബോള് മിസ്സായപ്പോൾ അദ്ദേഹത്തിൻ്റെ കൺട്രോളിലായിരുന്നില്ല ആ ബോൾ. അതുകൊണ്ട് മാത്രം അതൊരു യെല്ലോയിലേക്ക് മാറി. പക്ഷെ ആ ഒരു പൊസിഷനിൽ നിന്നാണ് വെൽബെക്ക് ഗോൾ നേടുന്നത്. നല്ലൊരു മികച്ചൊരു ഫ്രീ കിക്കാണ് വെൽബെക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. ലെമൻസ് ചാടി നോക്കിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് എത്തുന്നുണ്ടായിരുന്നില്ല ബോളിലേക്ക്. കുറച്ചുകൂടി നല്ല രീതിയിൽ അദ്ദേഹം പൊസിഷൻ ചെയ്യണമായിരുന്നു. പക്ഷേ അതൊരു ഗോൾ കീപ്പിംഗ് മിസ്റ്റേക്ക് ആയിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹം എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ചാടി എത്തിയില്ല. അതിനുശേഷം പിന്നീടും ബ്രൈറ്റൺ ചേഞ്ചസ് ഉണ്ടാവുകയാണ്. ഒരുപാട് നല്ല രീതിയിലുള്ള യങ് ടാലൻസിനെ അവർ കൊണ്ടുവന്നു, മില്ലറിനെയും കൊണ്ടുവന്നു. പിന്നീട് വീണ്ടും അറ്റാക്കുകൾ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ബ്രൈറ്റൺ ഒരു കോർണർ ലഭിക്കുകയാണ്. ആ കോർണർ എടുത്തിട്ടുണ്ടാകുന്ന മില്ലറാണ്. കോർണറിൽ നിന്ന്
പോസ്റ്റിലേക്ക് വന്നപ്പോൾ ഫസ്റ്റ് പോസ്റ്റിൽ ഡിഫെൻഡ് ചെയ്യാനായിട്ടുണ്ടായിരുന്ന ബ്രൂണോ ആണ്. അതുപോലെ തന്നെ ബ്രൂണോന്റെ കൂടെ നിൽക്കുന്നുണ്ടായിരുന്ന സെർക്സിയും സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് കോസ്റ്റലാസ് ആണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര്, ബ്രൈറ്റന്റെ പ്ലെയറിന്. അദ്ദേഹം അവിടെ ഒരു ഈസി ഹെഡർ വിൻ ചെയ്യുകയും അവിടെ ഒരു ഗോൾ നേടുകയും ചെയ്യാണ്. സബ്ബായിട്ട് വന്നിട്ട് നല്ല രീതിയിൽ ഒരു ഇമ്പാക്ട് അവിടെ അവർ കാഴ്ചവെച്ചു. ഇങ്ങനെ മത്സരം 3-2 എന്നുള്ള നിലയിലായി. 70ാമത്തെ മിനിറ്റിന് ശേഷമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. യുണൈറ്റഡ് വീണ്ടും എന്താ പറയുക, ബ്രൈറ്റനെതിരെ നമുക്കറിയാം, ബ്രൈറ്റനെതിരെ ഹോമിൽ വിജയിക്കുക എന്നുള്ളത് ഇപ്പോൾ ഒരു ബാലികേറാമല പോലെ ആയിരിക്കാണ് യുണൈറ്റഡിന്. ആയിരുന്നു, ഈ മത്സരത്തിലല്ല, ഇതിനു മുന്നേ വരെ ബ്രൈറ്റൺ എന്നുള്ള ഒരു ശാപം അല്ലെങ്കിൽ ആ ഒരു കേഴ്സ് യുണൈറ്റഡിന് മറികടക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വീണ്ടും ബാക്ക് ടു ബാക്ക് തോൽവികളെല്ലാം ഹോമിൽ. ഇവൻ എവേ ഗ്രൗണ്ടിലാണെങ്കിൽ നമുക്ക് അതെങ്കിലും ഒരു ജസ്റ്റിഫിക്കേഷൻ പോലെ പറയാമായിരുന്നു. പക്ഷെ ഹോമിൽ തോൽക്കുന്ന ഒരിക്കലും നമുക്ക് പറയാൻ പറ്റാവുന്ന ഒരു കാര്യമല്ല, ഒരിക്കലും ഡിഫെൻഡബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അങ്ങനെ തോറ്റുകൊണ്ടിരുന്ന ഒരു സൈഡായിരുന്നു യുണൈറ്റഡ്. വീണ്ടും 3-2 എന്നുള്ള നിലയിലേക്ക് സ്കോർ എത്തിയപ്പോൾ അവര് ഒരു പോയിന്റ് വിൻ ബാക്ക് ചെയ്യും എന്നുള്ള രീതിയിലുള്ള ഒരു പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. യുണൈറ്റഡ് വീണ്ടും ഒരു ഗോൾ കൺസീഡ് ചെയ്യുമോ അല്ലെങ്കിൽ അവരൊരു പോയിന്റിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങി പോകുമെന്ന് തോന്നിയൊരു നിമിഷമായിരുന്നു. പക്ഷെ അവിടെയാണ് ഈ മത്സരത്തിൽ തുടക്കം മുതൽ ടീമിന് വേണ്ടിയിട്ട് നല്ല വർക്ക് റേറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന എംബോമയുടെ എഫക്റ്റ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം, ആ ഗോൾ വരുന്നത് ഇഞ്ചുറി ടൈമിലാണ്, ഫെർഗി ടൈമിലാണ് ആ ഗോൾ വരുന്നത്. പക്ഷെ ആ ഗോൾ വരുമ്പോഴും ബോൾ അവിടെ വിൻ ബാക്ക് ചെയ്യാനായിട്ട് ബ്രൈറ്റന്റെ സൈഡിൽ അറ്റാക്ക് ചെയ്തും പ്രസ് ചെയ്തും കളിച്ചിട്ടുണ്ടായിരുന്ന എംബോമാണ്. അദ്ദേഹം പ്രസ് ചെയ്ത് ബ്രൈറ്റന്റെ ഭാഗത്തുനിന്ന് ബോളും അവരടിച്ച് കളയാണ്. ആ ബോൾ എത്തിയിട്ടുണ്ടായിരുന്നത് ഹെവനിലേക്കായിരുന്നു. ഹെവനും സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഹെവൻ കൊടുത്ത ബോൾ ബ്രൂണോന്റെ ഭാഗത്തേക്ക് ലക്ഷ്യമാക്കിയിട്ടാണ് ബോൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ബ്രൂണോ ആ ഒരു സമയം എംബോമന്റെ റണ്ണ് നല്ല രീതിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അവിടെ ടച്ച് ചെയ്യാതെ, അല്ലെങ്കിൽ ഒരു നോൺ അസിസ്റ്റ് എന്ന് നമുക്കറിയാം, ആ ബോൾ ടച്ച് ചെയ്യാതെ അവിടെ ലീവ് ചെയ്യാണ്. പക്ഷെ ആ ബോളിലേക്ക് റൺ ചെയ്ത് എത്തിയിട്ടുണ്ടായിരുന്ന എംബോമാണ്. നല്ല അടിപൊളി ഫിനിഷ്, ബോക്സിന്റെ റൈറ്റ് ടോപ്പ് കോർണറിലേക്ക് അദ്ദേഹം അടിച്ചു കയറ്റുകയാണ്. അങ്ങനെ 4-2 എന്നുള്ള സ്കോർ ലൈനിൽ യുണൈറ്റഡ് ജയിച്ചിരിക്കുക. 3 വിൻസ് ബാക്ക് ടു ബാക്ക് ഇപ്പോൾ യുണൈറ്റഡ് ജയിച്ചിട്ടുണ്ട്. ഇനി ഇവർക്ക് ഈ ഒരു ഫോം കണ്ടിന്യൂ ചെയ്ത് പോവാൻ പറ്റിയാലാണ് ആ ഒരു ടോപ്പ് 4 ആയിട്ടുള്ള ഫിനിഷ്, അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിലെങ്കിലും യൂറോപ്പിലേക്കുള്ള ഒരു സ്റ്റെപ്പ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂ എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. ഇനി അടുത്ത കളി വരുന്നത് ഫോറസ്റ്റ് ആയിട്ടാണ്. അവരൊരു ലോ ബ്ലോക്കിൽ ഇരിക്കുന്ന സൈഡാ, അവരെങ്ങനെ ബ്രേക്ക് ചെയ്യുന്നുള്ളതിൻ്റെ ഗെയിം പ്ലാൻ കാര്യങ്ങളെല്ലാം റെഡി ആക്കേണ്ടതുണ്ട്. പക്ഷേ യുണൈറ്റഡിനെ സംബന്ധിച്ചോളം അവർക്ക് വീക്കിലി ഒരു ഗെയിമേ കളിക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ ആ ഒരു ഗെയിം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കളിച്ചാൽ മാത്രമാണ് അവർക്ക് അതിൽ നിന്നുള്ള ഔട്ട്പുട്ട് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. ഔട്ട്പുട്ട് മീൻസ് തോൽവിയല്ല, ഒബ്വിയസ്ലി വിജയമാണ്. സോ ഇപ്പോൾ ടേബിളിൽ നില നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പ് 4ലാണ് യുണൈറ്റഡ് ഉള്ളത്. ലേറ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിലും യുണൈറ്റഡിന് ഒന്നുകൂടി, യുണൈറ്റഡിന് മാത്രമല്ല യുണൈറ്റഡ് ഫാൻസിന് ഒന്നുകൂടി മധുരം നൽകുന്നുള്ള ഒരു ന്യൂസ് കൂടി വന്നിട്ടുണ്ട്. ബ്രെന്റ്ഫോർഡ് ലിവർപൂളിനെ തോൽപ്പിച്ചിട്ടുണ്ട് 3-2 എന്നുള്ള സ്കോർ ലൈന്. ലിവർപൂളിൻ്റെ ഇപ്പോൾ നിലവിലെ സ്ഥിതി എന്ന് പറയുന്നത് അവർ 4 കളികളോളം ഇപ്പോൾ തോറ്റിരിക്കുകയാണ് പ്രീമിയർ ലീഗിൽ. സോ ആ ഒരു ഗെയിമിനെ പറ്റിയുള്ള വീഡിയോ നമുക്കൊരു അടുത്തൊരു എപ്പിസോഡിൽ ചെയ്യാം. സോ ഇതൊക്കെയാണ് യുണൈറ്റഡ് ബ്രൈറ്റൺ മത്സരത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ടിൽ ദെൻ ബൈ.